നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളുടെ പഴയ ഒരു ബന്ധം, ചില സമയത്ത് നമ്മൾ പഴയ ഒരു സ്നേഹം ഉണ്ടായിരുന്ന ഒരാള് നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ കോളേജിൽ പഠിച്ചതായിരിക്കാം, സ്കൂളിൽ പഠിച്ചതായിരിക്കാം. ഭയങ്കര സ്നേഹമൊക്കെ തോന്നിയെങ്കിലും അത് പിന്നെ കോളേജ് വിട്ടപ്പോഴും സ്കൂള് വിട്ടപ്പോഴും ഒക്കെ അത് പോയി അല്ലെ. എന്നാലും ഇടയ്ക്ക് നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ആ വ്യക്തി ഇപ്പോഴും നമ്മളെ ഓർക്കുന്നുണ്ടോ, ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. അപ്പോ ഇത് എനിക്കൊരാള് റിക്വസ്റ്റ് ആക്കിയിട്ട് ഞാൻ എടുക്കുന്ന റീഡിംഗ് ആണ്. ആ വ്യക്തി നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോ ഞാൻ ആദ്യം ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കാൻ പോകുന്നത്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഇനി എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ഇതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കരുത് കേട്ടോ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. കാർഡ് മറിയണം, എന്നാലും ഞാനത് മെസ്സേജ് ആയിട്ട് എടുക്കാറുള്ളൂ. അത് വീണിട്ട് കാര്യമില്ല. ഒരു കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ മഹാശിവരാത്രിയുടെ കാർഡാണ് വന്നിരിക്കുന്നത്. ലവ് ആൻഡ് ഹാർമണി ഓൾവേസ്. മഹാശിവരാത്രിയോടനുബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളിപ്പോ വിവാഹം കഴിക്കാതിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഹാപ്പിനെസ് ഇല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സന്തോഷം വന്ന് കയറും. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരും. അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അടുത്ത് തന്നെ എന്നൊരു പ്രത്യാശ തരുന്ന ഒരു കാർഡാണിത്. രണ്ടാമത്തെ കാർഡ്, നിങ്ങൾ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ ഈ ഓർക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. പലരും പല അവസ്ഥയിലായിരിക്കും അല്ലെ. നമ്മളുടെ കൂടെ പഠിച്ചവര് പലരും പല അവസ്ഥയിലായിരിക്കും. അപ്പോ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഈ വ്യക്തി ഹാപ്പിലി മാരീഡ് ആണ്. അപ്പോ ഫാമിലിയോടുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം നോക്കുന്ന ഒരു വ്യക്തിയാണ്. വലിയ പ്രശ്നമില്ല, ഫാമിലിയിൽ നല്ല സാമ്പത്തികമായിട്ടും നല്ലതാണ്, കുടുംബപരമായിട്ടും നല്ലതാണ്, ഫാമിലി പരമായിട്ടും നല്ലതാണ്. ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ വ്യക്തി. അപ്പൊ ആ വ്യക്തി എന്താ പറയാ, ഒരു മാരീഡ് ആയ ആളുടെ ഒരു എനർജിയാണ് ഇവർക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് 6 of Pentacles കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 8 of Cups. ഹാപ്പിലി മാരീഡ് ആണെന്ന് പുറമേ ഇവർ കാണിക്കുമ്പോഴും ഇതിനകത്ത് തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട് ഇവർക്ക് കേട്ടോ. ഇവര് വേറെ ഒരു ഫാമിലിയിലും കൂടെ റിലേഷൻ വെക്കുന്ന ഒരാളാണ്. ഇതിൽ രണ്ട് ഫാമിലിയിലും ഈ വ്യക്തി ഇമോഷണലി അറ്റാച്ച്ഡ് അല്ല എന്നാണ് പറയുന്നത്. ഡിവോഴ്സ് ചെയ്തിട്ടില്ല, പല ബന്ധങ്ങളുണ്ട്, റിലേഷൻഷിപ്പിൽ തന്നെയാണ്, പക്ഷെ ഇമോഷണലി സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ ഈ വ്യക്തിയുടെ എനർജിയെ കാണിക്കുന്നത്. ഇവരുടെ അവസ്ഥ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? സ്ത്രീ ആയാലും പുരുഷനായാലും എന്താണ് അവസ്ഥ? ഇവരുടെ അവസ്ഥ നോക്കുമ്പോൾ 2 കാർഡാണ് വന്നിട്ടുള്ളത്. ലവേഴ്സും കാണുന്നുണ്ട്, ഹൈ പ്രീസ്റ്റസും കാണുന്നുണ്ട്. ഇവര് രണ്ടുപേരും വരുമ്പോ ഇത് ജ്ഞാനമാണ്, ഇത് സ്നേഹമാണ്, മനസ്സിലായോ? പക്ഷേ ഈ വ്യക്തി സ്നേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പൊ ആരോടും സ്നേഹമില്ല. ചിലപ്പോ പല ബന്ധങ്ങളിൽ പല റിലേഷൻഷിപ്പിൽ നമ്മൾ കയറുമ്പോ എല്ലാത്തിനും പ്രശ്നമാകുമ്പോ ഒന്നിലും നമ്മൾ ഹാപ്പി അല്ലാതാവുമ്പോ
ഇതിലുള്ള ഒരു എന്താ പറയാ ഒരു കുറവുകൾ, സ്നേഹത്തിലുള്ള കുറവുകൾ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി? അറിവ് നേടിയിട്ടുണ്ട്, സ്നേഹത്തിനെ കുറിച്ച് ഈ വ്യക്തിക്ക് അറിയാം. ചിലപ്പോ മറ്റുള്ളവരെ പറ്റിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു അറിവ് ഈ വ്യക്തി നേടിയെടുത്തിട്ടുണ്ടാവാം. സ്നേഹിച്ച് മറ്റുള്ളവരെ എങ്ങനെ പറ്റിക്കാം എന്നൊരു അറിവ് ഈ വ്യക്തി നേടിയെടുത്തിട്ടുണ്ടാവും. എന്തായാലും സ്നേഹത്തിൽ ഈ വ്യക്തിക്ക് ഇപ്പൊ വിശ്വാസമില്ല എന്നാണ് പറയുന്നത്. ഇത് ജെമിനി, വെർഗോ, പൈസസ് ആണ്. സ്നേഹത്തിനെ വളരെയധികം അനലൈസ് ചെയ്ത് നമ്മൾ ഒരു കാര്യത്തിനെയും ആവശ്യത്തിൽ കൂടുതൽ അനലൈസ് ചെയ്യരുത്. എല്ലാത്തിലും ന്യൂനതകൾ ഉണ്ടാവും. എത്ര നമ്മൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളുടെ കയ്യിൽ കിട്ടി അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള വില നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും അതിലേക്ക് പോകരുതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഈ വ്യക്തി ആ പരിധി വിട്ടു പോയത് കൊണ്ടാണ് ഈ വ്യക്തിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഈ വ്യക്തിയുടെ, കേട്ടോ. അപ്പോ ഈ വ്യക്തി നിങ്ങളെ ഓർക്കാറുണ്ടോ? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പൊ നമുക്ക് ഏസ് ഓഫ് കപ്സ് ആണ്. നിങ്ങളെ ഓർക്കുന്നുണ്ട് ഈ വ്യക്തി, കേട്ടോ. കാരണം ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് ലവ് ഓഫർ ആണ്. അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം പോയത്? അറിയില്ല. ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പ്രായമായതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത് സ്നേഹമാണോ എന്ന് തന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ സ്നേഹം കുമിഞ്ഞു കൂടുമെന്നാണ് പറയുന്നത്. ഓവർഫ്ലോ ചെയ്യാണ് വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള സ്നേഹം. അപ്പൊ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളാണോ ഈ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെ ആക്കാനുള്ള ഒരു കാരണം? നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ഓക്കെ, ചിലപ്പോ നിങ്ങളായിരിക്കാം സ്നേഹിച്ച ആളെ കിട്ടാതായപ്പോ പിന്നെ എല്ലാം വെറുതെ ആണ്. അപ്പോ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചാൽ കല്യാണം കഴിച്ചു, വീട്ടുകാര് പറഞ്ഞു കല്യാണം കഴിച്ചു, പിന്നെ അതിൽ ഹാപ്പി അല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി, അങ്ങനെയൊക്കെ ഈ വ്യക്തി പറയാൻ ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും സ്നേഹത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നിങ്ങളാണോ കാരണം? എന്തായാലും കാരണം നിങ്ങളെ ഓർക്കുന്നുണ്ട് ഈ വ്യക്തി. അത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് ഇങ്ങനെ ഓവർഫ്ലോ ആവുമെന്നാണ് പറയുന്നത് സ്നേഹം കൊണ്ട്. ഓക്കെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാലം താന്നു പോകുന്നു. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുന്നത് യെസ് എന്നാണ് പറയുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ വ്യക്തി പ്ലാനിങ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വളരെയധികം, കാരണം ഭവിഷ്യത്തുകളെല്ലാം ആലോചിച്ചിട്ടേ ഈ വ്യക്തി വരുള്ളൂ. അപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ വ്യക്തി പ്ലാൻ ചെയ്യുന്നത് മറ്റുള്ളവർ കേൾക്കുന്ന പോലെ കണ്ടുപിടിച്ച് ഓക്കെ പിറ്റേ ദിവസം സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരിക എന്നുള്ളതൊന്നുമില്ല. വളരെ പ്ലാനിങ്ങോട് കൂടി വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് ഈ വ്യക്തി പെരുമാറാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ വളരെ പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി വന്നു കയറുമെന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ആക്ഷൻ എടുക്കുമോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. എന്തായാലും പ്ലാൻ ചെയ്തിട്ട് ഇത് വെറുതെ തമാശക്ക് പ്ലാൻ ചെയ്യുന്ന ആളല്ല, അതുകൊണ്ടാണ് വന്നു കയറും എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഇത് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ഓരോ ആക്ഷനും വേസ്റ്റ് ആയിട്ട് എടുക്കില്ല. അത് ആ ആക്ഷൻ എടുക്കാനുള്ള പ്ലാനിങ്ങിൽ മാത്രമേ അവര് അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യം പോലും ചിന്തിക്കുകയുള്ളൂ, അല്ലാതെ അവർ തിരിഞ്ഞു നോക്കില്ല. അപ്പൊ ഈ വ്യക്തി ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കാം, ഈ വ്യക്തി ഒരു ആക്ഷൻ എടുക്കുമോ? നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ആക്ഷൻ ഈ വ്യക്തി എടുക്കുമോ? യെസ്. ഇത് കണ്ടോ, അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് പറയുന്നത്, കേട്ടോ. അപ്പോ നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി എന്തായാലും വരും. കാരണം ഇവിടെ ചില റിലേഷൻഷിപ്പേ നമ്മളിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. ചില കാര്യങ്ങൾ നമുക്ക് മറക്കാം. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ അന്വേഷിച്ചു പോകുന്നത് അത് നമ്മളുടെ മനസ്സിൽ ഉടക്കിയിട്ട് അത് ഒഴിഞ്ഞു പോകുന്നില്ല. അത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പുറകെ പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നതും. അത് ചെന്ന് കണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിയണം, എന്നിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം വരിക. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ വ്യക്തി പ്രത്യാശയോട് കൂടിയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ നന്നായിട്ട് പെരുമാറും ഈ വ്യക്തിയോട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ.
എന്നൊരു പ്രത്യാശ കൂടിയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അപ്പൊ ആക്ഷൻ എടുക്കും എന്തായാലും. നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. നിങ്ങളിപ്പോ ഭാര്യയും കുട്ടികളും ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ? നിങ്ങളിപ്പോ ഹാപ്പിയാണ്, നിങ്ങളിപ്പോ ഇമോഷണലി വളരെ ഹാപ്പിയാണ്, നിങ്ങൾ കരിയർ ജോലി എടുക്കുന്ന ഒരു വ്യക്തിയാണ്, സെൽഫ് സഫിഷ്യന്റ് ആണ് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതം അതുപോലെ തന്നെ തുടരുക കേട്ടോ. കാരണം ഇവിടെ ഓൾറെഡി മാരീഡ് ആണ് ഈ വ്യക്തി. ഒരു പഴയ ഒരു ഓർമ്മയില് ഒരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ്. വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. വിവാഹം കഴിക്കണം, നിങ്ങളെ കൊണ്ട് പോകണം, ഒളിച്ചോടണം, അങ്ങനത്തെ ഒരു ചിന്തയിൽ വരുന്നതല്ല ഈ വ്യക്തി. പഴയ ഒരു ആകാംക്ഷ, ഒരു 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 ക്യൂരിയോസിറ്റി, കൗതുകം, അതുകൊണ്ട് മാത്രം വരുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് പ്രതീക്ഷിച്ച് വരികയാണ്. ഇനിയിപ്പോ നിങ്ങൾ മാരീഡ് ആണ്, കുട്ടികളുണ്ട് എന്നൊക്കെ ഈ വ്യക്തിക്ക് അറിയാമായിരിക്കാം. എന്ന് വെച്ചാൽ അത്രയും പ്രായമായി, ഇത്രയും വർഷങ്ങളായി. അപ്പൊ നിങ്ങളെ ഇവിടെ നിന്നെല്ലാം വലിച്ചുകൊണ്ട് പോകണമെന്നോ അവിടെ നിന്ന് ഈ വ്യക്തിക്ക് ഇങ്ങോട്ട് പറിച്ച് നടണമെന്നോ നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നൊന്നുമില്ല ഈ വ്യക്തിക്ക്. നിങ്ങളെ കാണാൻ സംസാരിക്കണം. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി നിങ്ങൾക്ക്. പഴയ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണുമ്പോൾ ഉള്ള ഒരു ഇൻട്രസ്റ്റ് അത്രയും മതിയെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ ജീവിതവും അത്ര മോശമല്ല, നിങ്ങളും ഹാപ്പിയാണ്, മാരേജ് നല്ല ഫാമിലിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. അപ്പോ യൂണിവേഴ്സ് പറയുന്ന അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. അല്ലാതെ ചിന്തിച്ച് കൂട്ടി ഇതില് ഇനി എന്ത് ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും വേണ്ട. ഇത് നല്ലൊരു ബന്ധമാണ്, വന്നിട്ട് പൊക്കോളും ഈ വ്യക്തി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പോ അക്വേറിയസ് സോഡിയാക് സൈൻ, ജെമിനി, വെർഗോ, പൈസസ്. ഓക്കെ, അത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് വന്നത്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും